സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാമേ. നമ്മുടെ അമ്മമാരൊക്കെ ചിലർ പറയുമല്ലോ, അമ്മമാരൊക്കെ മരിച്ചാൽ പിന്നെ നമ്മുടെ കൂടെ കാണുമോ കാണത്തില്ലയോ അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ടല്ലോ സംഭവം. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉള്ളൊരു അനുഭവം പറയാമേ. എനിക്ക് പൊതുവേ ബോഡിയിലൊന്നും പ്രത്യേകിച്ച് ഒരു രോഗങ്ങളും ഇല്ലാത്ത ഒരാളാണ്. ഉള്ള കാര്യം പറയും, ഒരു രോഗങ്ങളും പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേങ്കിൽ എൻ്റെ അമ്മയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതുണ്ട്, ഇങ്ങനെ സൈഡിൻ്റെ ഇവിടെ ഇങ്ങനൊരു ഇവിടെ ഇങ്ങനെ നീര് വരും. നീര് വന്നിട്ട് ഇങ്ങനെ തലയിൽ കൂടെ ഒരു ഞരമ്പിലൊരു വേദന ഉണ്ടായിരുന്നു. അതിന് ആ ഞരമ്പിൽക്ക് വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല. ഒരേ CT സ്കാൻ അതും ഇതൊക്കെ ചെയ്ത് നോക്കിയതാണ്. എന്നിട്ടും അമ്മയ്ക്ക് വലിയ പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു. ആ വേദന എന്താണെന്നറിയോ, എൻ്റെ അമ്മ എന്നും മരിച്ച് അന്നേരം മുതൽ തുടങ്ങിയതാണേ. എൻ്റെ ഈ തലയുടെ അടുത്ത് ഇങ്ങനെ ഇവിടുന്ന് നമ്മുടെ ഒരു ഞരമ്പുണ്ടല്ലോ, ഈ ഞരമ്പിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒരു വേദന വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നീര് വരും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അന്നേരം മിക്കവാറും ഞാൻ എൻ്റെ അമ്മയുടെ ലൈവ് മിക്കവാറും എല്ലാ ദിവസവും കാണുമേ. എൻ്റെ അമ്മയുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്കുണ്ടല്ലോ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇതിങ്ങനെ. പക്ഷേങ്കിൽ ലൈവ് കാണാതെ ഞാൻ കുറച്ച് മറന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നം ഉണ്ടാകത്തില്ല. പെട്ടെന്ന് എനിക്ക് നമ്മുടെ ലൈവ് എന്തിനാണ് ഇട്ടിരിക്കുന്നത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനും ഓർക്കാനും വേണ്ടിയാണല്ലോ. അന്നേരം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാണാറുണ്ട്. ലൈവ് കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ഇങ്ങനെ വേദനയും ഇതും ഉണ്ടാവും. അല്ലാതെ ഉണ്ടല്ലോ, അത് കാണാതിരുന്നാൽ ആ ഭാഗം കുറച്ച് മറന്നിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകത്തില്ല. അങ്ങനൊരു സംഭവമുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ സംഭവമെന്ന്. ചിലരൊക്കെ പറയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് അങ്ങോട്ട് പോവും, ആത്മാവ് ഇങ്ങോട്ട് പോവും, ജഡങ്ങൾ മാത്രമാണ് ഈ കിടക്കുന്നത്. നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പോകുമല്ലോ, അത് ശരിയല്ലേ? ആത്മാവുണ്ടല്ലോ, മനുഷ്യനെല്ലാവർക്കും ഒരു ആത്മാവുണ്ടല്ലോ, അത് പോവും. അന്നേരം ആ ആത്മാവ് ഒന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെ നമ്മളെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ വന്ന് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യങ്ങൾ തന്നെയാണ്, അല്ലാതെ ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ഒരു ആൻറ്റിയുണ്ടേ, അവർക്കും ഇതുപോലെ എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർക്കും ഇതുപോലെ എൻ്റെ അമ്മ മരിച്ചപ്പം മുതൽ ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ശരീരത്തുണ്ടാകുന്നുണ്ട്. അവരും ഇതുപോലെ ഡോക്ടറെ കാണിച്ചിട്ട് ശരീരത്തൊന്നും കാണാനും എടുക്കാനും ഒന്നുമില്ല. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളും വളരെ ബുദ്ധിമുട്ടും അവർക്കുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ അന്നേരം ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ മരിച്ചവർ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ സത്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാൻ മനസ്സിലാക്കി നമ്മളത് മറന്നു പോയി കഴിഞ്ഞാൽ അങ്ങ് പോകുമേ. നമ്മളിത് ശരിക്കും ഞാനിപ്പം രാത്രി കിടക്കാൻ നേരം പോയി കിടക്കുന്ന സമയത്ത് അമ്മയുടെ ലൈവൊക്കെ കാണും. ലൈവ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കാണും. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു തലയ്ക്കകത്തോട് ഇങ്ങനെ ഒരു വേദന വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നീര് വന്നിട്ട് വല്ലാത്ത അസ്വസ്ഥത ആകും എന്നെ അങ്ങ് ആ സമയത്ത്. എൻ്റെ അമ്മയുടെ അതേ രോഗം, എൻ്റെ അമ്മയ്ക്ക് അതായിരുന്നു രോഗം ശരിക്കും. ഇങ്ങനൊരു തലയുടെ ഒരു ഞരമ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വേദന വരും. വേദനയല്ല, നീരിങ്ങനെ വരും ഈ സൈഡിൽ. അത് ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ്. തലയെന്നുള്ള ഞരമ്പിൻ്റെ വേദന, അതികഠിനമായിട്ടുള്ള വേദന എനിക്കിങ്ങനെ ഉണ്ടായി 2-3 പ്രാവശ്യം. അമ്മ മരിച്ചപ്പോൾ മുതലുണ്ടായതാണ്. അതിന് മുന്നോട്ട് ഇങ്ങനെ ഒരു സംഭവമേ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അതൊരു പ്രശ്നവുമില്ല. ഇപ്പം തുടങ്ങിയ സംഭവമാണ്. അങ്ങനെയാണ് കാര്യം. അന്നേരം മരിച്ചവരുടെ ആത്മാവ് നമ്മുടെ മേലെ കയറും. അതുപോലെ തന്നെ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സത്യങ്ങളാണ്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സത്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു എൻ്റെ ഒരു വിശ്വാസമാണ്, അമ്മ മരിച്ചപ്പോൾ മുതൽ കാക്ക ഇവിടെ വന്നിങ്ങനെ അലയ്ക്കും. കാക്ക വന്നിങ്ങനെ അലയ്ക്കുമ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നാന്ന് വിചാരിക്കും. ഞാൻ അന്നേരം എന്ത് ചെയ്യുമെന്നറിയോ, കാക്കയ്ക്ക് ചോറ് കൊടുക്കും. അതെനിക്ക് മനസ്സിലായി സംഭവം. അത് അമ്മ കാക്കയായിട്ട് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ചിലർ വിചാരിക്കും ഇതൊക്കെ ഞാൻ പറയുന്ന അന്ധവിശ്വാസമൊന്നുമില്ല, ഉള്ളതൊക്കെ തന്നെയാണ്. അത് ക്രിസ്ത്യൻസിനും മുസ്ലിംകൾക്കും ഒന്നും വലിയ വിശ്വാസം ഉണ്ടാകത്തില്ല. ഹിന്ദുക്കൾ നല്ല വിശ്വാസം തന്നെയാണ്. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുഭവമാണല്ലോ നമുക്കൊരു പാഠമായിരിക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവം എൻ്റെ പാഠം തന്നെ. ഞാൻ അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, അല്ലാതെ കള്ളക്കഥകളോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് മനസ്സിലായി സംഭവം.
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിച്ചവർ നമ്മുടെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് വരും. അത് എത്ര ദിവസം വരും എന്ത് വരുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മച്ചി ഇതുപോലെ മരിച്ച സമയത്ത് എൻ്റെ അമ്മച്ചിയെ മിക്കവാറും എൻ്റെ അമ്മച്ചിയെ ഞാൻ ഇങ്ങനെ വരുന്നതും എനിക്കെന്തെങ്കിലുമല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കെന്തെങ്കിലും ഇത് വരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി വരും. അമ്മച്ചി വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തോ ഒരു അത്യാഹിതം വരാൻ പോകുന്നുണ്ടെന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾ ഇങ്ങനെ ഒരു ബന്ധം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബന്ധമില്ല. ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നു. പക്ഷേങ്കിൽ അത് നമുക്ക് അത്ര നല്ലതിനല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനുണ്ട്. അതൊക്കെ ശരിയൊക്കെ തന്നെ. ഞാൻ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം ശരിയാണ്. ഓക്കെ, ബൈ ബൈ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓക്കെ, സത്യങ്ങളാ കേട്ടോ, കള്ളമൊന്നുമല്ല ഉള്ളത്, ഒറിജിനൽ തന്നെ. ഓക്കെ, ബൈ ബൈ.